ഭവന നിർമ്മാണ പദ്ധതിയിൽ കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണെന്നും രാജ്യത്ത് വീട് നിർമ്മാണത്തിന് ഏറ്റവും കൂടുതൽ തുക നൽകുന്നത് കേരളമാണെന്നും മന്ത്രി എം.ബി. രാജേഷ് പുതുശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് മിഷൻ പദ്ധതിയിലെ വീടുകളുടെ താക്കോൽദാനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പുതുശ്ശേരി പഞ്ചായത്തിൽ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം പണി പൂർത്തിയാക്കിയ 220 കുടുംബങ്ങൾക്കുള്ള താക്കോൽദാനവും ലൈഫ് മിഷനിൽ ഉൾപ്പെട്ട 1047 പേരുടെ കുടുംബസംഗമവുമാണ് മന്ത്രി എം.ബി. രാജേഷ് ഉദ്ഘാടനം ചെയ്തത്. സ്വന്തം മന്ത്രിക്ക് ഒരുപാട് സന്തോഷം. തുടർന്ന് നമ്മുടെ ഒരുപാട് സന്തോഷം. ഇതെല്ലാം നിങ്ങളെല്ലാം ചേർന്ന് നൽകുന്ന ആദരവാണ്. വീട് പണി പൂർത്തിയായവരും പണി പുരോഗമിക്കുന്നവരും ഉൾപ്പെടെ 5 ലക്ഷം കുടുംബങ്ങൾക്കാണ് ലൈഫിൽ വീടെന്ന സ്വപ്നം LDF സർക്കാർ സഫലമാക്കിയതെന്ന് മന്ത്രി അവകാശപ്പെട്ടു. രാജ്യത്ത് ഭവന നിർമ്മാണത്തിന് ഏറ്റവും കൂടുതൽ തുക നൽകുന്നത് കേരളമാണ്. 19,000 കോടി രൂപ ഇതിനോടകം ചെലവിട്ടു. ഇതിൽ കേന്ദ്രവിഹിതം 2,000 കോടി മാത്രമാണ് എന്നും മന്ത്രി പറഞ്ഞു. 4,64,304 വീട് പണി പൂർത്തിയാക്കിയവർക്കും ബാക്കി പണി നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് ഇതുവരെ കൊടുത്ത തുകയും കണക്കാക്കിയാൽ 11,885.58 കോടി രൂപയാണ്. ഏതാണ്ട് 19,000 കോടി. ഈ 19,000 കോടി എങ്ങനെ ഉണ്ടാക്കിയതാ? ഉള്ളതുപോലെ നമുക്ക് പറയാമല്ലോ. കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് 2,000 കോടി തന്നു. ബാക്കി 17,000 കോടിയും കേരളം സ്വന്തമായി കണ്ടെത്തിയതാണ്. ഇനി എങ്ങനെ കണ്ടെത്തിയെന്ന് പറയാം. 19,000 കോടി എന്നൊന്നും പറഞ്ഞ ആൾക്കാരെ അത്ഭുതത്തിൽ കൊണ്ടാണ് വന്നിട്ടിരിക്കണം. മനസ്സിലായില്ല. 19,000 കോടി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് 17,000 കോടി എങ്ങനെ ഉണ്ടാക്കിയെന്നറിയോ? 5,500 കോടി സംസ്ഥാന സർക്കാർ ബജറ്റിൽ നിന്ന് കൊടുത്തതാണ്. ബാക്കി ഒരു 6,000 കോടിയോളം, 6,000 അതിൽ കൂടുതലായി, ഇപ്പൊ 1,000 കോടി കടന്നു. എന്നിട്ട് 7,000 കോടിയോളം സംസ്ഥാന ഗവൺമെന്റ് ഹഡ്കോയിൽ നിന്ന് ഗവൺമെന്റ് വായ്പെടുത്തിട്ട് പഞ്ചായത്തിന് കൊടുക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പ്രസീത അധ്യക്ഷയായി. എ പ്രഭാകരൻ MLA മുഖ്യാതിഥിയായി. VEO കെ നാരായണൻകുട്ടി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ, മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ബിജോയ്, ജില്ലാ പഞ്ചായത്ത് അംഗം എം പത്മിനി, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. ഹരിതകർമ്മസേന അംഗങ്ങൾ, CDS അംഗങ്ങൾ എന്നിവർ മന്ത്രിക്ക് ഉപഹാരം കൈമാറി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ അജീഷ് സ്വാഗതവും സെക്രട്ടറി S സുരേഷ് നന്ദിയും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.